നിങ്ങളുടെ രവി ഷാർ സിംഗ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് നെറ്റ്വർക്ക് ഫങ്ഷൻസിൽ ട്രാൻസ്ഫർ ഫങ്ഷൻ കൂടാണ്ട് വരുന്ന ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഡ്രൈവിംഗ് പോയിൻറ്റ് ഫങ്ഷൻസ്. അപ്പം ഈ ഒരു ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയാം. അപ്പം നമുക്ക് ഇനി അടുത്ത ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കേണ്ടത് 2 പോർട്ട് നെറ്റ്വർക്ക്സ് എന്നാണ്. അപ്പം ഇതെന്താണ്? ഒരു പെയർ ഓഫ് ഇൻപുട്ടും ഔട്ട്പുട്ടും ഉള്ളതാണ്. ഇതിനാണ് 1 പോർട്ട് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ 2 പെയേഴ്സ് ഓഫ് ഇൻപുട്ടും ഔട്ട്പുട്ട്സും ഉണ്ടെങ്കിൽ എന്താണ്? 2 പെയേഴ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ 2 പോർട്ട് നെറ്റ്വർക്ക്സ് എന്ന് പറയും. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം. ഓക്കെ, 1 പോർട്ട് നെറ്റ്വർക്കും 2 പോർട്ട് നെറ്റ്വർക്കും നോക്കാം. ഇവിടെ ദ പോർട്ട് ടു ദ എനർജി സോഴ്സ് ഈസ് കണക്റ്റഡ് ടു ദി called input port. Okay, the port to which the load is connected is called output. അപ്പോൾ നമ്മൾ എനർജി ഇൻപുട്ട് കണക്ട് ചെയ്തത് ഇൻപുട്ട് പോർട്ടാണ്, ലോഡ് കണക്ട് ചെയ്യുന്നത് ഔട്ട്പുട്ട് പോർട്ടാണ്. അപ്പം 1 പോർട്ട് നെറ്റ്വർക്ക് ഉണ്ട്, അതുപോലെ 2 പോർട്ട് നെറ്റ്വർക്ക്സ് ഉണ്ട്. 2 പോർട്ട് നെറ്റ്വർക്ക്സ് എടുക്കുമ്പോൾ ഞാനത് ക്ലിയർ ആയിട്ട് പറയും. ഡ്രൈവിംഗ് പോയിൻറ്റ് ഫങ്ഷൻസ്. എന്താ ഡ്രൈവിംഗ് പോയിൻറ്റ് ഫങ്ഷൻസ്? Driving point function, if the excitation and response are measured at the same port, the network function is known as driving point functions. അതായത് ഒന്നുമില്ല, ഡ്രൈവിംഗ് പോയിൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് കറണ്ട്, അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ്, അങ്ങനെ ഇൻപുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. അത് ഇൻപുട്ടിലെ തന്നെ 2 പാരാമീറ്റേഴ്സ് നമ്മൾ അതിൻ്റെ റേഷ്യോ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഡ്രൈവിംഗ് പോയിൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സൈറ്റേഷൻ ആൻഡ് റെസ്പോൺസ് ആർ മെഷേർഡ് അറ്റ് ദ സെയിം പോർട്ട്. ഇൻപുട്ടിലെ തന്നെ പറയുകയാണെങ്കിൽ, ഇൻപുട്ട് പോർട്ടിലെ തന്നെ എക്സൈറ്റേഷനും റെസ്പോൺസും പറയുന്നുണ്ടെങ്കിൽ അതാണ് ഡ്രൈവിംഗ് പോയിൻറ്റ് ഫങ്ഷൻസ്. ഇനി ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളെ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ഔട്ട്പുട്ടും ഇൻപുട്ടും 2 പോർട്ട്സിലായിരിക്കും ഉണ്ടാവുക. അതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇനി ഇത് ചിലപ്പോൾ ചോദിക്കില്ല, എന്നാൽ പോലും ഡ്രൈവിംഗ് പോയിൻറ്റ് ഇമ്പിഡൻസ്. എന്താ ഡ്രൈവിംഗ് പോയിൻറ്റ് ഇമ്പിഡൻസ്? ഇമ്പിഡൻസ് Z(s) = V(s) ബൈ I(s), അല്ലേ? അപ്പോൾ V(s)ഉം I(s)ഉം രണ്ടും ഇൻപുട്ട് പോർട്ടിൽ, അതായത് ഇൻപുട്ട് പോർട്ടിൽ തന്നെയാണെങ്കിൽ അതായിരിക്കും ഡ്രൈവിംഗ് പോയിൻറ്റ് ഇമ്പിഡൻസ്. ഇനി ഡ്രൈവിംഗ് പോയിൻറ്റ് അഡ്മിറ്റൻസ് എന്ന് പറയുമ്പോൾ നേരിച്ച് ഇമ്പിഡൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ് 1/Z(s) ആണ് അഡ്മിറ്റൻസ്. Y(s) = I(s) ബൈ V(s) ആണ് അഡ്മിറ്റൻസ് എന്ന് പറയുന്നത്. നോക്കുക, Z11 മീൻസ് V1(s) ബൈ I1(s). ഇതെന്താണ്? V1ഉം I1ഉം രണ്ടും നമ്മുടെ ഇൻപുട്ട് പോർട്ടിലാണുള്ളത്. അതുപോലെ Y11 I1(s) ബൈ V1(s). ഇതെന്താണ്? അഡ്മിറ്റൻസ്, ഡ്രൈവിംഗ് പോയിൻറ്റ് അഡ്മിറ്റൻസ്. അതുപോലെ Z22 V2(s) ബൈ I2. V2ഉം I2ഉം രണ്ടും ഔട്ട്പുട്ടിലാണ്. അതെന്തായിരിക്കും? രണ്ടും ഒരേ പോർട്ടിലാണ്, അതുകൊണ്ട് അതും ഡ്രൈവിംഗ് പോയിൻറ്റ് ഇമ്പിഡൻസും ഡ്രൈവിംഗ് പോയിൻറ്റ് അഡ്മിറ്റൻസും ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി പറയുന്നു. നെക്സ്റ്റ് നോക്കൂ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ. വാട്ട് ഈസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ? നമ്മൾ പറഞ്ഞു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, അതായത് എല്ലാം എസ് ഡൊമൈനിലാണ്, ഇതെല്ലാം ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കേട്ടോ. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് വിത്ത് 0 ഇനീഷ്യൽ കണ്ടീഷൻസ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്ലൈഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആദ്യം ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആസ് എ ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദി നെറ്റ്വർക്ക് വിച്ച് ഹാവ് അറ്റ്ലീസ്റ്റ് 2 പോർട്ട്സ്. ഒരു 2 പോർട്ട്സ് നെറ്റ്വർക്കിനെ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇറ്റ് റിലേറ്റ്സ് വോൾട്ടേജ് ഓർ കറണ്ട് അറ്റ് 1 പോർട്ട് ടു ദി വോൾട്ടേജ് ഓർ കറണ്ട് അറ്റ് അനദർ പോർട്ട്. അതാണ് ദീസ് ഫങ്ഷൻസ് ആർ ഓൾസോ ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ്, നോക്കാം, ദ റേഷ്യോ ഓഫ് റെസ്പോൺസ് ഓഫ് ട്രാൻസ്ഫോം ടു ആൻ എക്സൈറ്റേഷൻ ട്രാൻസ്ഫോം. Thus, there are 4 possible forms of transfer functions. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് മാത്രം ഓർത്ത് വെക്കുക. പിന്നെ അതിൽ തന്നെ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നോക്കാം. വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, നമ്മുടെ ഔട്ട്പുട്ട് ഇൻപുട്ടും രണ്ടും വോൾട്ടേജസ് ആണെങ്കിൽ അത് V2(s) ബൈ V1(s) ആണ് വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻസ്, അല്ലെങ്കിൽ V1(s) ബൈ V2(s).
ഇനി കറണ്ട് രണ്ടും ഔട്ട്പുട്ടും ഇൻപുട്ടും രണ്ടും കറണ്ട് ആണെങ്കിൽ I2/I1, അല്ലെങ്കിൽ I1/I2. ഇനി വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജാണ്, ഔട്ട്പുട്ട് കറണ്ട് ആണെങ്കിലോ V2/I ആയിരിക്കും ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരിക. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പോൾ ട്രാൻസ്ഫർ ഇമ്പിഡൻസ് ഫംഗ്ഷൻ വിയും ഐയും വരുന്ന അതിൻ്റെ ട്രാൻസ്ഫർ ഇമ്പിഡൻസ് ഫംഗ്ഷൻ എന്ന് പറയും. ട്രാൻസ്ഫർ അഡ്മിറ്റൻസ് ഐയും വിയും ആണെങ്കിൽ. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങളിത് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഒരു നെറ്റ്വർക്ക് തന്നിട്ട് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണാൻ തന്നാൽ എന്താണ്, നമുക്ക് ഇൻപുട്ട് തരുന്നത് വോൾട്ടേജാണ്. എന്നിട്ട് എന്താണ്, ഫൈൻഡ് ഔട്ട് ദി കറണ്ട് I/S. ഓൾസോ ഫൈൻഡ് ദി ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇൻപുട്ട് V/S ആണ്, ഔട്ട്പുട്ട് I/S ആണ്. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണുമ്പോൾ I/V/S ആയിരിക്കും കാണേണ്ടി വരിക. ഓക്കെ, ഇത് ഡ്രൈവിംഗ് പോയിൻ്റ് ഇമ്പിഡൻസ് കാണുന്ന ഒരു ഫംഗ്ഷൻ, ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഡ്രൈവിംഗ് പോയിൻ്റ് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് എസ് എന്തായിരിക്കും 1/CS R/LS ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും സീരീസാണ്, ഇത് രണ്ടും പാരലലാണ്. അപ്പോൾ പാരലലി കാണുമ്പോൾ ഇത് ഡിവൈഡ് ബൈ ടോട്ടൽ, ഇതാണ് അതിൻ്റെ ഇമ്പിഡൻസ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഒരു പോർട്ട് തന്നെ കാര്യങ്ങൾ തന്നെ പറയുന്നത് അല്ലേ. ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം. Find the transfer impedance of the function Z12 of the network. Find the transfer impedance and transfer function of the network. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണണം. എന്താണ് ഇത്, നെറ്റ്വർക്ക് V1/S തന്നിട്ടുണ്ട്, V2/S തന്നിട്ടുണ്ട്, I1/S തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും. അപ്പോൾ നമുക്ക് തരിക ടൈം ഡൊമെയിനിലാണെങ്കിൽ നമ്മൾ അതിനെയൊക്കെ എസ് ഡൊമെയിനിലേക്ക് ആദ്യം തന്നെ മാറ്റണം. അപ്പം വിത്ത് 0 ഇനീഷ്യൽ കണ്ടീഷൻസ് ആയിരിക്കും ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരിക. അപ്പം കപ്പാസിറ്ററിൻ്റെയും ഇൻഡക്ടറിൻ്റെയും ഇനീഷ്യൽ കണ്ടീഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ കപ്പാസിറ്ററിനെ ഡയറക്റ്റായിട്ട് 1/CS എന്ന് മാറ്റാം, റെസിസ്റ്റൻസിന് R എന്ന് തന്നെ എഴുതാം, ഇൻഡക്ടർ ആണെങ്കിൽ LS എന്ന് മാറ്റാം. അപ്പം V2/S നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് കാണേണ്ടത്. therefore V2/S എന്താ കാണാൻ പറഞ്ഞത്, Z12 പറഞ്ഞാൽ V1/I2 എന്നുള്ള ഇക്വേഷനിലല്ലേ വരിക. അതെ, സോറി, Z12 V2/I1 ആണ് നമുക്ക് കാണേണ്ടത്. V2/I1, V2/S ആണ് ഔട്ട്പുട്ട്, I1 ആണ് ഇൻപുട്ട്. അപ്പോൾ V2/S നമ്മൾ എന്ത് ചെയ്തു, ഈ I1 കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എഴുതി. എന്താ V2/S, ഈ ഒരു I1 ഇൻറ്റു അല്ലേ, ഈ ഒരു I1 ഇൻറ്റു ഇതിൻ്റെ ഇമ്പിഡൻസ് ആയിരിക്കും V2 അല്ലേ, അല്ലടോ. ഇവിടെ വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് അല്ലേ V2. അപ്പം V2/S നമ്മൾ എന്ത് എഴുതി, I1 ഇൻറ്റു R ഇൻറ്റു 1/CS. അത് രണ്ടും പാരലാണ്, അതുകൊണ്ട് R ഇൻറ്റു 1/CS അല്ലേ, പാരലായതുകൊണ്ട് ടോട്ടൽ ഇമ്പിഡൻസ് R ഇൻറ്റു 1/CS പ്ലസ് R പ്ലസ് 1/CS, സോറി ഡിവൈഡ് ബൈ R പ്ലസ് 1/CS അതായിരിക്കില്ലേ. അതുകൊണ്ട് അങ്ങനെ എഴുതി. അപ്പോൾ അതിൽ നിന്ന് V2/I1 നമ്മൾ എന്ത് ചെയ്തു, R ഡിവൈഡ് ബൈ R1 പ്ലസ് RCS എന്ന് എഴുതി. നമ്മളെപ്പോഴും ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതുമ്പം S പ്ലസ് A എന്നുള്ള ഫോമിലേക്ക് മാറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് V2/I1 നമ്മൾ എന്ത് ചെയ്തു, C പുറത്തെടുത്ത്. അപ്പോൾ RCS ഉണ്ട്, അപ്പോൾ ഒരു RC പുറത്തെടുക്കുമ്പം എന്ത് കിട്ടും, RC പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഈ ഒരു ഇക്വേഷനിൽ RC പുറത്തെടുത്ത് കഴിഞ്ഞാൽ R/RC പുറത്തെടുക്കുമ്പം S പ്ലസ് 1/RC വരും അല്ലേ. എന്നിട്ട് അതിൽ ഈ ആറും ക്യാൻസലായിപ്പോയി. അപ്പോൾ അതാണ് ഈ ഒരു C ബാക്കിയുണ്ട്, പിന്നെ S പ്ലസ് 1/RC. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് കിട്ടി. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങളടുത്ത് Z12 എന്ന് പറയാണ്ട് ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഫൈൻഡ് ദി ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദി നെറ്റ്വർക്ക്. അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ ലെറ്റ് ദ ഇൻപുട്ട് ഈസ് V1 ആൻഡ് ഔട്ട്പുട്ട് ഈസ് V2 എന്ന് എടുക്കുക. ഓക്കെ, എന്നിട്ട് V1 ഡിവൈഡ് ബൈ V2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ V1/V2 എന്തായിരിക്കും V1 ഇതിനക്രോസുള്ള വോൾട്ടേജാണ്, V2 ഇവിടെയുള്ള വോൾട്ടേജാണ്. ആക്ച്വലി രണ്ടും എന്താണ്, സെയിം ആണ്. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ 1 ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് 2 പോർട്ട് നെറ്റ്വർക്ക്.
ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണാൻ വേണ്ടിയിട്ടുണ്ട്. അതാണ് വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും V2(s)/V1(s) എന്നായിരിക്കും. അപ്പോൾ V2(s)/V1(s) കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, V2(s) is equal to V2(s)നെയും V1(s)നെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എഴുതി. അപ്പോൾ V2(s) is equal to എന്താണ്, V1(s) into 1/CS divided by R plus 1/CS. അതായത് വോൾട്ടേജ് ഡിവിഷൻ റൂൾ ഇവിടെയുള്ള വോൾട്ടേജ് V2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ഇൻപുട്ട് വോൾട്ടേജിൽ റെസിസ്റ്റൻസിന് അക്രോസ് ഒരു ഡ്രോപ്പ് ഉണ്ടാവും, കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള ഡ്രോപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള ഡ്രോപ്പ് എന്തായിരിക്കും, V1(s) ഇൻറ്റു ഓപ്പോസിറ്റ് ബൈ അല്ലേ, നമ്മൾ ഏതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പാണോ കിട്ടേണ്ടത് അത് 1/CS ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R plus 1/CS. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഈ ഒരു ഇക്വേഷൻ കിട്ടിയത്. അപ്പോൾ അതിന് V2(s)/V1(s) = 1/RC/S plus 1/RC. അപ്പോൾ ഒരു S plus A എന്നുള്ള ഫോമിലേക്ക് കിട്ടി. ഓക്കെ, S plus A എന്നുള്ള ഫോമിലേക്ക് കിട്ടി. അപ്പോൾ ഇതാണ് വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, അടുത്ത് നോക്കുക എന്താണ്, ഫോർ ദി നെറ്റ്വർക്ക് ഷോൺ ബിലോ എന്താണ്, ഡിറ്റർമൈൻ ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ V2/V1 എന്നുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു നെറ്റ്വർക്കിനെ ഇതിപ്പം എസ് ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പം V1 പകരം V1(s), റെസിസ്റ്റൻസ് 1 തന്നെയാണ് വരിക അല്ലേ, ഈ റെസിസ്റ്റൻസും 1 തന്നെയാണ് വരിക. ഇത് 1 ഫാരഡ്, അപ്പോൾ 1 ഫാരഡ് കപ്പാസിറ്റർ, അപ്പോൾ C is equal to 1 ആണ്. അപ്പം എസ് ഡൊമൈനിലേക്ക് വരുമ്പോൾ 1/CS, ദാറ്റ് ഈസ് 1/S എന്ന് വരും. അപ്പോൾ ഈ കപ്പാസിറ്ററിന് പകരം നമ്മൾ 1/S എന്ന് എഴുതി, ഇതിന് പകരം 1/S എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ എസ് ഡൊമൈനിലേക്ക് മാറ്റി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്, V2(s)/V1(s) ആണ് കാണേണ്ടത് അല്ലേ, V2(s)/V1(s) ആണ് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ VA VB രണ്ട് നോഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നോഡ്സ് ഒരു നോഡൽ അനാലിസിസ് അപ്ലൈ ചെയ്തിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്. ഇനി നമ്മൾ I1 അതുപോലെ ഈ VA VB എന്നുള്ള നോഡ്സ് ഉണ്ട്, VBയിലേക്കുള്ള കറണ്ട് IB എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കാം എങ്ങനെ ചെയ്യുന്നത്. VB is equal to V2, ഈ V2 എന്നുള്ള വോൾട്ടേജിൽ വരെ നമ്മൾ ഈ നോഡിൽ VB എന്ന് എഴുതി. ഇനി IB is equal to എന്താണ്, IB is equal to IB ഏതാണ്, ഇവിടേക്കുള്ള കറണ്ടാണ്, അത് is equal to V2 ഇനി IB is equal to V2/1/S is equal to SV2 എന്ന് കിട്ടി. അതുപോലെ VA is equal to VA എന്ന് പറയുന്ന വോൾട്ടേജ് is equal to ഇവിടെയുള്ള ഡ്രോപ്പ്, ദാറ്റ് ഈസ് 1 into IB പ്ലസ് ഇവിടെയുള്ള വോൾട്ടേജ് അല്ലേ. ഇങ്ങനെ ഒരു ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ എഴുതി. അപ്പോൾ അതിന് സോൾവ് ചെയ്ത് I1 is equal to എന്ന് എഴുതി. ലാസ്റ്റ് V2/V1 is equal to 1/S² plus 3S plus 1 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ ഈ IB is equal to V2/1/S എന്നൊക്കെ എങ്ങനെ എഴുതിയത്, ഡൗട്ടില്ലേ. അപ്പോൾ അത് ഇതിന് മുന്നേ ഒരു അനാലിസിസ് ഓഫ് ലാഡർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ VB is equal to V2, IB is equal to I4 into V2 ഇങ്ങനെയുള്ള കുറച്ച്, അതുപോലെ VA is equal to Z3 into IB plus V2, അതുപോലെ I1 is equal to Y2 into VA plus IB, അത് V1 is equal to Z1 into I1 plus VA. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു നെറ്റ്വർക്ക്, ഈ ഒരു നെറ്റ്വർക്കാണ്, ഈ ഒരു ഷേപ്പിലുള്ള നെറ്റ്വർക്കാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ സാധാ നോഡൽ അനാലിസിസും മെഷ് അനാലിസിസും വെച്ചാൽ തന്നെ നമുക്ക് V2ഉം V1ഉം തമ്മിലുള്ള ഇക്വേഷൻസ് ഉണ്ടാക്കാൻ പറ്റും, ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻസിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഞാൻ തരാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആ ഫോൾസ് ആൻഡ് സീറോസ് കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ദി നെറ്റ്വർക്ക് ഫംഗ്ഷൻ f(s) ക്യാൻ ബി റിട്ടേൺ ആസ് ദ റേഷ്യോ ഓഫ് 2 പോളിനോമിയൽസ്.
നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഇങ്ങനെ 2 പോളിനോമിയൽസ് ആയിട്ട് എഴുതാൻ പറ്റും. വേർ a0, a1, an ആർ ദി കോഎഫിഷ്യൻ്റ് ഓഫ് പോളിനോമിയൽസ് ns ആൻഡ് ds. These are the real and positive of network of passive elements അല്ലേ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് പോൾസ് എന്ന് പറയും. നമ്മൾ ഈ ഒരു പോളിനോമിയലിനെ f(n) (s) d(s) ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്നുള്ളതിന് നമുക്ക് എന്ത് എഴുതാം, അതിൻ്റെ റൂട്ട്സ് ആയിട്ട് s-s1 ഇൻറ്റു s-z2 ഇൻറ്റു s-zn ഡിവൈഡ് ബൈ ഇങ്ങനെ എഴുതാം അല്ലേ. വേർ an ബൈ bn ഈസ് കോൾഡ് സ്കെയിലാർ ഫാക്ടർ. z1 z2 z2 മുകളിലത്തതിന് അതുപോലെ p1 p2 pm ആർ കോൾഡ് കോംപ്ലക്സ് ഫ്രീക്വൻസീസ്. ഓക്കെ, അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനി എന്താണ്, a network function is completely specified by its poles and zeros and scaling factor. അപ്പോൾ എന്താണ് പോൾസ്, എന്താണ് സീറോസ്, എന്താണ് പോൾസ്, എന്താണ് സീറോസ്? നമ്മുടെ ന്യൂമറേറ്റർ പോളിനോമിയൽസിൻ്റെ റൂട്ട്സിനെയാണ് സീറോസ് എന്ന് പറയുന്നത് അല്ലേ. ബിക്കം സീറോ. The values of s has z1 z2 zn. The network function becomes 0 അല്ലേ. അതുപോലെ p1 p2 p3 becomes poles. അപ്പോൾ ഇത് ന്യൂമറേറ്റർ പോളിനോമിയൽസിൻ്റെ റൂട്ട്സിനെയാണ് സീറോ എന്ന് പറയുന്നത്, ഡിനോമിനേറ്റർ പോളിനോമിയൽസിൻ്റെ റൂട്ട്സിനെയാണ് പോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പോൾസ് ആൻഡ് സീറോസിൻ്റെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. അത് നമ്മളോട് ഓൾറെഡി ഒബ്റ്റെയിൻ ദ പോൾസ് ആൻഡ് സീറോസ് ഓഫ് ദി ട്രാൻസ്ഫർ ഫംഗ്ഷനൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തു അല്ലേ, അതിൻ്റെ സ്റ്റെബിലിറ്റി. അപ്പോൾ ഇതിൻ്റെ 2-3 പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇപ്പം ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളിതൊരു ഹോംവർക്കായിട്ട് ഞാൻ ഈ ബുക്ക് നമ്മുടെ രവീഷ് സിംഗിൻ്റെ ബുക്കൊന്ന് റെഫർ ചെയ്യുക, എന്നിട്ടൊന്ന് ചെയ്യുക. ഓക്കെ.